മറ്റു ലഹരികളിൽ നിന്നും പിന്തിരിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് കായിക ലഹരിയുടെ പാഠങ്ങൾ പകർന്നു നൽകാൻ അധ്യാപകർക്ക് പരിശീലനം. മാടായി ഉപജില്ലയിലെ 100ഓളം സ്കൂളുകളിലെ അധ്യാപകർക്കാണ് കളിയങ്കണം എന്ന പേരിൽ പരിശീലനം നൽകുന്നത്. വിദ്യാർത്ഥികളെ മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയകളുടെയും ദുരുപയോഗത്തിൽ നിന്നും മറ്റ് ലഹരി ഉപയോഗങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച കളിക്കളങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പല സ്കൂളുകളും ഉള്ളത്. കുട്ടികളിൽ കായിക ലഹരി കൊണ്ടുവരാൻ ആദ്യം അധ്യാപകർക്ക് അതിനുള്ള പരിശീലനം നൽകണം. അതിനായാണ് മാടായി BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ 100ഓളം സ്കൂളുകളിലെ അധ്യാപകർക്കായി കളിയങ്കണം എന്ന പേരിൽ ദ്വിദിന പരിശീലനം നൽകുന്നത്. മാടായി ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ വാസ്കോ ഗോവ ഫുട്ബോൾ താരം ടാർസൻ മാടായി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ MLA കപ്പ് ഫുട്ബോൾ നടന്നു. അത് കാണാൻ വന്ന ഒരു 6 വയസ്സായ ഒരു കുട്ടിയോട് ചോദിച്ചത്, ഇപ്പോൾ ഇങ്ങനെയാണോ ഫുട്ബോൾ എന്നുള്ളതാണ്. അവൻ ഇതുവരെയും ഫുട്ബോൾ കളിച്ചത് കൈകൊണ്ടാണ്, മൊബൈൽ ഫോണിലാണ്. നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ മൊബൈൽ ഫോണിലാണ് ഗെയിമുകൾ കളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്തരം കളികളൊക്കെ ഉണ്ട്, നാടൻ കളികളൊക്കെ ഉണ്ട്. ഇത്തരം എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന കളികൾ കളിക്കാം. അവരെ കളിമൈതാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, കളിയിടങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠനത്തോടൊപ്പം കായിക വിദ്യാഭ്യാസത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ടെന്ന് മാടായി AEO ഡോക്ടർ KKP സംഗീതയും പറഞ്ഞു. ഉന്നതമായ ചിന്താ പദ്ധതി ഉൾച്ചേർന്നിട്ടുള്ള പാഠ്യപദ്ധതിയാണ് കേരളത്തിന്റെ പാഠ്യപദ്ധതി. അതിനകത്ത് ബുദ്ധിയുടെ ബഹുമുഖ വികാസത്തിനും അനുയോജ്യമായ തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള ഉന്നതിയിലേക്ക് കുട്ടികൾ വളർന്നു വരണമെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് തീർച്ചയായും ഈ പരിശീലനം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നൽകുക എന്നുള്ളതാണ്. മാടായി BRC BPC K രഞ്ജിത്ത, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ P ഷീജ, ഹെഡ് മിസ്ട്രസ് M ഹൈമ, SA ജീവാനന്ദ, CP സന്ദീപ് ചന്ദ്രൻ, KV സജിത്ത തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.